ഹലോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള വറുത്തരച്ച വറ്റിച്ച മീൻകറിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ മൺചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിൽ തേങ്ങയും ഇട്ട് പിന്നെ നമ്മുടെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ല രീതിക്ക് അത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ല രീതിക്ക് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പുക അടുപ്പിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഉലുവാപ്പൊടി ഇടണം കേട്ടോ. അങ്ങനെ ഇത് ഇത്രയും കൂടെ ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പാകത്തിനെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇതേ സെയിം ചട്ടി തന്നെ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല രീതിക്ക് ചൂടായതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിലോട്ട് ആവശ്യത്തിനുള്ള കടുകിടണം. അങ്ങനെ കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിലോട്ട് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത് ഇത്രയും കൂടെ ഇട്ട് ഒന്നുകൂടെ നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതും പിന്നെ തക്കാളി നല്ലപോലെ വഴറ്റി വരുന്നത് വരെയും എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കേണ്ടതാണ്. അടച്ച് വെച്ച് വേവിക്കേണ്ട, നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് വറുത്തെടുത്തത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലെന്ത് ചെയ്യണം, നമ്മുടെ പുളിയുടെ വെള്ളം, ആവശ്യത്തിനുള്ള പുളിയുടെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ടിരിക്കണം. അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം എന്ത് ചെയ്യണം, കുക്ക് ചെയ്യാനായിട്ടിരിക്കണം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള മീനെന്ന് പറയുന്നത് ചൂരമീനാണ് കേട്ടോ. നമുക്ക് ഏത് മീനും ഈ ഒരു കറിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. കണ്ടോ, നല്ല രീതിക്ക് തിളച്ച് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഒന്ന് വിതറിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ മാറിക്കിട്ടും. അതിനുശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചേരം അടച്ച് വെക്കണം. അതിനുശേഷം എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കണം. ആഹാ, നല്ല മണമാണ് ഗൈസ്. അയ്യോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. പിന്നെ അല്ലാണ്ട് നിങ്ങളൊന്ന് നോക്കും, നിങ്ങളൊന്ന് വച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ചോറെടുത്തു. പിന്നെ നമ്മുടെ വറുത്തരച്ച് വറ്റിച്ച മീൻ കറിയാണ് കേട്ടോ. വറുത്തരച്ച് വറ്റിച്ച് വയ്ക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും മീൻ കറി എടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ആയിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ തോരൻ എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് തോരനാണ് കേട്ടോ. ബീട്രൂട്ട് തോരനായിരിക്കും ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ബീട്രൂട്ട് തോരനും കൂടെ വെച്ചു. തോരനും ആ ടൈം ഉണ്ടാക്കിയത്, അത് നാവി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. കഴിച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് ചോറ്, മീൻ കറി,